Praise the Lord. വീണ്ടും നമുക്കൊന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ാം സങ്കീർത്തനത്തിലെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി താൻ ഈ ഭൂമിയിലായിരുന്നതിന്റെ അനന്തരഫലമായിട്ട് നിരന്തരമായ നിന്നയിലും അപമാനത്തിലുമാണ് കർത്താവ് ജീവിച്ചിരുന്നത്. എബ്രാഹിം നമ്മൾ വായിക്കുന്ന പോലെ ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് വായിക്കുന്നത് പോലെ കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്ന് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് കടന്നു വന്നിട്ട് ജനനം മുതൽ മരണം വരെ നിന്നയിലാണ് താൻ ജീവിച്ചിരുന്നത്. ജനനത്തിങ്കൽ തന്നെ താൻ തെറ്റിദ്ധരിക്കപ്പെടുകയും തന്റെ ജനനം തന്നെ ഒരപമാനമായിരുന്നു. അവസാനം തന്റെ മരണമെന്ന് പറയുന്നതും ഏറ്റവും അപമാനിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട ഒരു മരണമാണ് തനിക്ക് കിട്ടിയത്. ജനനം മുതൽ മരണം വരെ ഒരു നിന്നയുടെ വലിയ ഭാരം ചുമന്നുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നത്. എബ്രാഹിം നമ്മളിങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് നാമും അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പൊ സൗരസരന്മാർ യഥാർത്ഥ ക്രിസ്തുജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയില് നിരന്തരമായിട്ട് നിന്ദിക്കപ്പെടുന്ന അവമാനിക്കപ്പെടുന്ന ഒന്നാണ്. നമുക്ക് ഈ ലോകം യോഗ്യമല്ല എന്ന് എബ്രാഹിം നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ലോകത്തിൽ നമ്മൾ പ്രശംസിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യത്തില്ല. അതിന് നേരെ മറിച്ച് നിരന്തരമായി ഒരു നിന്ദയുടെ വഴിയിലായിരിക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മളിൽ തന്നെ പ്രസാദിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ നിന്ദയിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ യഥാർത്ഥ ക്രിസ്തീയത എന്ന് പറയുന്നത് നിരന്തരമായ ഒരു നിന്ദയുടെ വഴിയിലായിരിക്കും. നമുക്കറിയാം, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ തള്ളിക്കളഞ്ഞു. അവര് വിളിച്ചു പറഞ്ഞൊരു കാര്യം, യേശുവിനെ ക്രൂശിക്കുക, ബറവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞാൽ ബറവാസിനേക്കാൾ മോശക്കാരനായിട്ടാണ് അവര് കർത്താവിനെ കണ്ടത്. പഴയ നിയമ കാലഘട്ടത്തിലെ സമാന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പുറത്തുള്ള ശീല കാഴ്ചയ്ക്ക് ഒട്ടും ആകർഷകമായിരുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മേലോട്ട് നോക്കിയാൽ അത് വളരെ മനോഹരമായിരുന്നു. മണവാട്ടിയോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനത്തിൽ പറയുമ്പോഴും അങ്ങനെ പദപ്രയോഗമുണ്ട്. മണവാട്ടി അകമേ സുന്ദരിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളും ഈ നിന്ദയുടെയും വഴിയുടെയും അവമാനത്തിന്റെയും വഴിയിലൂടെ പോകുമ്പോൾ ആന്തരികമായ ഒരു സൗന്ദര്യം നമുക്ക് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഉള്ളിൽ നമ്മൾ സമാധാനമുള്ളവര്, സ്വസ്ഥതയുള്ളവര്, സന്തോഷമുള്ളവര്, കൂടുതൽ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നവരായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കർത്താവിനെ അനുഗമിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
കർത്താവ് നമുക്ക് തന്നെ അനുഗമിക്കാനായിട്ടൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു അപമാനത്തിന്റെ വഴിയിലൂടെയാണ് നമ്മളും കർത്താവിനെ, യഥാർത്ഥ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. വരദലേഖനത്തിലൊക്കെ മറ്റൊരു യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കഴിഞ്ഞ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പം നമ്മുടെ ചർച്ചിൽ നിന്ന് വേറൊരു ചർച്ചിലോട്ട് ഒരു പെൺകുട്ടിയെ കൊടുക്കുക ചെയ്തത്. മീറ്റിങ്ങിനൊക്കെ ശേഷം 2 പാസ്റ്റർമാരെന്നോട് ചോദിച്ചു, ഇവിടെ പാസ്റ്റർമാർക്ക് പ്രത്യേക സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഭക്ഷണശാലയില്. ഞാൻ പറഞ്ഞു കാണാൻ സാധ്യത കുറവാണ്. എല്ലാവരും ക്യൂവിൽ നിന്ന് മേടിച്ച് പോയി കഴിക്കുക ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇതിൽ 2 പേരും ക്യൂവിൽ നിൽക്കാൻ വിസമ്മതിക്കുക. അവസാനം നമ്മുടെ ഒരു സഹോദരൻ അവരെ 2 കസേര കൊണ്ടിരുത്തിയിട്ട് ഭക്ഷണം മേടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തു. അതിനുശേഷം ആ സഹോദരൻ തന്നെ അടുത്ത് നിന്നിട്ട് രണ്ടാമതിന് വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ടാ പോകുന്നത്. പക്ഷെ ഇവര് ഭക്ഷണം കഴിഞ്ഞ പ്ലേറ്റ് അവിടുത്തെ മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് പോയി. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തില് എല്ലാവരും ഈ ക്യൂവിൽ നിന്ന് വാങ്ങി കഴിച്ച് ഭക്ഷണം പ്ലേറ്റൊക്കെ കൊണ്ട് കഴുകി വെക്കും. പക്ഷെ എന്തോ വളരെ മാന്യതയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് മറ്റൊരു യേശുവും അദ്ദേഹത്തിന്റെ ശുശ്രൂഷക്കാരും ആ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. നമുക്കറിയാം, യഥാർത്ഥ യേശു തന്റെ അവസാനത്തോടടുത്ത് താൻ ചെയ്തൊരു കാര്യം, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തൊരു തോർത്ത് കൊടുത്ത് തന്റെ വസ്ത്രം ഊരി ഒരു തോർത്തരക്കി കെട്ടി തന്റെ സഹോദരന്മാരുടെ കാല് കഴുകുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അല്ലെ? പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് നോക്കിക്കുക, വസ്ത്രം കൊണ്ടും എല്ലാ കാര്യം കൊണ്ടും മറ്റുള്ള സാധാരണക്കാരായ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. താഴോട്ട് പോയിക്കൊണ്ടിരുന്ന യഥാർത്ഥ യേശു എപ്പോഴും ആ ഒരു വഴിയിലായിരിക്കും. അവിടെയേ നമുക്ക് ആ യഥാർത്ഥ യേശുവിനെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ മറ്റൊരു യേശുവിനെ സംബന്ധിച്ച് അങ്ങനല്ല, മറ്റൊരാത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ അല്ലത്. അപ്പൊ നമ്മളും നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ യഥാർത്ഥ യേശുവിനെയാണോ പിൻപറ്റുന്നത്, അതോ നമ്മൾ മറ്റൊരു യേശുവിനെ കുറിച്ചുള്ള ഒരു ദർശനമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? എല്ലാവരും ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും പുകഴ്ത്തുന്ന അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥ ആത്മീയ വഴിയിലല്ല നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മൾ തുടങ്ങുമ്പം അങ്ങനല്ല തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ മുമ്പോട്ട് പോകും തോറും ആ ഒരു ആത്മാവിനാൽ നമ്മൾ പിടിക്കപ്പെടുകയും ആ ഒരു യേശുവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. പുറമെ മറ്റുള്ളവരാല് ഉള്ള അംഗീകാരത്തിന്റെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകത്തില്ല. പ്രശംസയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, പക്ഷെ നിങ്ങളുടെ പേര് വിടക്കുന്നുണ്ടെമ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടാനാ പറഞ്ഞിരിക്കുന്നത്. ഈ അപമാനത്തിന്റെ വഴിയിലാണ് യഥാർത്ഥ ജീവൻ നിലകൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് നമ്മൾ ആരോ വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന നമ്മളെ ക്രിസ്തീയ സമൂഹത്തിലൊക്കെ നമുക്ക് കാണാം. ഈ പെരുന്നാളുകളുടെ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 4 പേര് 4 കമ്പേൽ, മനോഹരമായൊരു തുണിയുടെ 4 അറ്റം കമ്പേൽ പിടിപ്പിച്ചിട്ട് അതിന്റെ നടുക്കാണ് ഇവരുടെ തിരുമേനിമാരെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ നമ്മുടെ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് യൂദ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ സകലത്തിലും തന്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്നു.
ഒരു കാര്യത്തിലും യേശുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല സഹോദരന്മാര്. അതുകൊണ്ട് യൂദ വന്ന് ചുംബിച്ചാണ് യേശുവിനെ കാട്ടിക്കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനത്തെ ഒരു യേശുവിനെയാണോ കണ്ടുമുട്ടിയിരിക്കുന്നത്? അതോ വളരെ മറ്റുള്ളവരാൽ വളരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു യേശുവിനെയാണോ നമ്മൾ പിൻപറ്റുന്നത്? നമ്മളെ തന്നെ ശോധന ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയത്തില്ല. പഴയ നിയമ കാലഘട്ടത്തിലായിരുന്നാൽ അത് ശരിയായിരുന്നു. മഹാപുരോഹിതൻ വസ്ത്രം കൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയപ്പെടുമായിരുന്നു. മറ്റേ സഹോദരന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് തുല്യനായി തീർന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു മഹാപുരോഹിതന്റെ പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ തന്നെ പ്രസാദിക്കാത്ത, തന്നെ തന്നെ ഉയർത്താത്ത, തന്നെ തന്നെ പുകഴ്ത്താത്ത. നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതത്തിന്റെ യാത്രയില് നാം നിരന്തരമായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. വളരെ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു വഴിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇവിടെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ഞാൻ നിരന്തരമായിട്ട് ഏറ്റു പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. എന്നെ മഹത്വപ്പെടുത്താനല്ല, എന്റെ പിതാവിനെ മഹത്വപ്പെടുത്താനാണ്. എപ്പോഴും തന്റെ ഒരു മുദ്രാവാക്യം അതായിരുന്നു. നമ്മളും പരീക്ഷകളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മളിൽ തന്നെ പ്രസാദിക്കാം, നമ്മളിൽ തന്നെ പ്രശംസയുള്ളവരായി തീരാം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ പ്രശംസിക്കുന്നവരായി തീരാം. നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മഹത്വം നമുക്ക് അന്വേഷിക്കാനായിട്ട് കഴിയും. നമ്മുടെ മഹത്വം അന്വേഷിക്കുന്നിടത്ത് നമ്മൾ വഴി വിട്ടു പോകും. യഥാർത്ഥ വഴി വിട്ട് തെറ്റിപ്പോകാനുള്ള വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യും. എവിടെയെങ്കിലും അപ്പോസ്തലൻ പൗലോസ് ഈ റോമാലേഖനത്തിൽ തുടർന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 15-ാമത്തെ അധ്യായം തുടർന്ന് താഴേക്ക് വരുമ്പോൾ അതിന്റെ 18-ാമത്തെ 17-18 വാക്യങ്ങളിൽ, ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. നമ്മള് മുമ്പൊരു വാക്യം ഇബ്രാഹിമിൽ വായിക്കുന്നുണ്ടല്ലോ, അല്ല, റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. റോമാലേഖനം 11-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യമാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പോസ്തലൻ പറയുന്നത്, ഞാനൊരു ഉപകരണം മാത്രമായിരുന്നു. ക്രിസ്തു എന്നിലൂടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ലാതെ ഒന്നിനെ കുറിച്ച് മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ഗലാത്യർ 2:20 താൻ ഇങ്ങനെ എഴുതി, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്ന ക്രിസ്തു എന്നിലൂടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ലാതെ. അപ്പൊ അതിന്റെ മഹത്വം എപ്പോഴും ദൈവത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ പെട്ടെന്ന് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരാണ്. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യമായി, അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായി. ഞാൻ 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 പക്ഷെ അപ്പോസ്തലനോട് പറഞ്ഞത് ഞാനല്ല, ക്രിസ്തു എന്നിലൂടെ, ക്രിസ്തു ഞാൻ മുഖാന്തരം. ഈ സഭയോടുള്ള ബന്ധത്തില് ഈ താഴ്മ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ആരും തങ്ങളെ തന്നെ ഉയർത്തുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്നില്ല. സകല മഹത്വവും ദൈവത്തിനാ പോകുന്നത്.
എവിടെയെങ്കിലും നാം നമ്മളെ തന്നെ പ്രശംസിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നിടത്ത് നമ്മളെ വലിയൊരു ചതിക്കുഴിയിൽ കൊണ്ട ചാടി. നമ്മൾ അറിയത്തില്ല നാം തെറ്റിപ്പോകുന്നത്. സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് പലപ്പോഴും നമ്മളെ വീഴിക്കുന്നത്. എപ്പോഴും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു നിരന്തരമായ പരീക്ഷ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മളെ തന്നെ ഉയർത്തി കാണിക്കാൻ. പക്ഷെ ഒരിക്കലും കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. കർത്താവ് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ ജനമെല്ലാം പുകഴ്ത്തിയെന്ന. യേശുവിനെ പുകഴ്ത്തിയെന്നല്ല, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ പുകഴ്ത്തി എന്ന് പറഞ്ഞ ഒരു അത്ഭുതം കണ്ടതിന് ശേഷം ജനം യേശുവിനെ അല്ല പുകഴ്ത്തിയത്, ദൈവത്തെയാണ് പുകഴ്ത്തിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ആന്തരിക മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അംഗീകാരവും പ്രസാദവും നമുക്ക് കിട്ടത്തുള്ളൂ. എവിടെയെങ്കിലും നമ്മൾ നമ്മുടേതായ ചിലതിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നിടത്ത് ആ ദൈവിക അംഗീകാരത്തിൽ നമ്മൾ അന്യപ്പെട്ടു പോകും. 4-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തുകളുടെ ഒരു ഉദ്ദേശം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി, യഥാർത്ഥ കേൾവി നമുക്കുണ്ടാക്കുന്ന ഒരു ഫലം ഇതാണ്: സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും. പക്ഷെ പലപ്പോഴും നമ്മൾ വചനങ്ങൾ കേൾക്കുമ്പോൾ, തിരുവെഴുത്ത് കേൾക്കുമ്പോൾ നമ്മൾ ആകെപ്പാടെ നിരാശപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും നമ്മൾ വിചാരിക്കാൻ മീറ്റിങ്ങിന് വന്നപ്പോൾ കുറെ പ്രത്യാശ ഉണ്ടായിരുന്നു, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രത്യാശയും കൂടെ പോയി. ആ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അത് നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് അടിസ്ഥാനപരമായ ആത്മാവെന്ന് പറയുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ എല്ലാ മഹത്വം കൊണ്ടും നമ്മളെ ദൈവം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ മിത്രമാണ്. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവം എപ്പോഴും നമ്മുടെ കൂട്ടത്തിലാണ്. നമ്മുടെ ചിന്തകളിൽ അങ്ങനാണോ നമ്മൾ ചിന്തിക്കാറുള്ളത്? നമുക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ദൈവം എൻ്റെ ശത്രുവായി. പക്ഷെ അങ്ങനല്ല ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ എന്താണെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു: നാം പൊടിയെന്നവൻ ഓർക്കുന്നു. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും ദൈവം നമ്മുടെ പക്ഷത്താണ് നിൽക്കുന്നത്. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ വീഴുമ്പം, പരാജയപ്പെടുമ്പം, അതുകൊണ്ടാണ് ഭക്തന്മാരായ ആൾക്കാരൊക്കെ പാട്ടുകളൊക്കെ എഴുതിയപ്പോൾ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്: വല്ലൊരു മുറിവേൽക്കുകയിൽ നശിക്കയില്ല ഞാൻ, തൻ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല താൻ. നമ്മളത് പാടാറുണ്ടെങ്കിലും നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? വലിയൊരു മുറിവേൽക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴേലും വീഴുക എന്നുള്ളതാണ്, പാപത്തിൽ വീണു പോവുക, അല്ലെ പാപം ചെയ്തു പോവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ദൈവം എന്ത് ചെയ്യത്തില്ല? ശത്രുവിന്റെ കയ്യില് ഏൽപ്പിക്കത്തില്ല. സത്യം അതാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ടോ? ഒരു വീഴ്ച പറ്റിയ ഉടനെ നമ്മളെ നയിക്കുന്നത്, നടക്കാൻ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ മനോഭാവമാണോ അതോ ഒരു മുതിർന്നയാളുടെ മനോഭാവമാണോ? നടക്കാൻ പഠിക്കുന്ന ഒരു കൊച്ചു വീണാൽ ഉടനെ അതൊന്ന് കരയും, വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. നമുക്കും അത് ആവശ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന 4-ാം അധ്യായത്തിൽ ഇരുമനസ്സുള്ളവരെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വീണാൽ എന്താ ചെയ്യേണ്ടത്? അനുദപിക്കണം. അതിനുശേഷം വീണ്ടും എഴുന്നേറ്റ് നടക്കണം. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? യഥാർത്ഥ തിരുവെഴുത്തുകൾ നമ്മളെ എപ്പോഴും ഉത്സാഹിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് എഫെസ്യൻകാർക്ക് പറഞ്ഞ ഒരുവനോട് വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുകയും. ഈ തിരുവെഴുത്തിന്റെ ആത്മാവ് എപ്പോഴും അതാണ്. നമുക്കറിയാം, സഭയിൽ സാധാരണ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവാറില്ല.
മിക്കവാറും ഇത് കുടുംബങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. അല്ലെ, സഹോദരന്മാരോടുള്ള ബന്ധത്തിലാകുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവർ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ പയ്യെ ഒഴിഞ്ഞു മാറുകയുള്ളൂ. ഏറ്റുമുട്ടാനായിട്ടോ യുദ്ധം ചെയ്യാനൊന്നും പോകത്തില്ല. പക്ഷെ വീട്ടിലങ്ങനല്ല. വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അന്നേരം നമ്മൾ പ്രകടിപ്പിക്കും. അവിടെ അങ്ങനെ സംഭവിച്ചതിന് ശേഷം നമ്മുടെ ആന്തരിക മനോഭാവം എന്താ? ഒരു ധൈര്യവും എന്ന് പറഞ്ഞാൽ വീണതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ഉത്സാഹിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനോഭാവമാണോ, അതോ വീണ് കിടക്കുന്ന ഒരാളുടെ മനോഭാവമാണ്? അതിന്റെ അനന്തരഫലമായി ദുർമനസാക്ഷിയും ഭയവും സംശയവും കയ്പും അകൽച്ചയൊക്കെ വർദ്ധിച്ച് നമ്മൾ കൂടുതൽ മോശമാകുകയാണോ ചെയ്യുന്നത്, അതോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ആ കാര്യത്തെ എടുത്തിട്ട് നമ്മുടെ തെറ്റ് ഏറ്റുപറഞ്ഞു, അംഗീകരിച്ചു, ക്ഷമ ചോദിച്ചു, ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും നമ്മളൊരു പോരാട്ടത്തിലായിരിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ആണെങ്കിൽ തിരുവെഴുത്ത് അതിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തിരുവെഴുത്തുകൾക്കല്ല ദൈവവചനത്തിന് ഇടയില്ലെന്നുള്ളതാണ്. നമ്മൾ ദൈവവചനത്തിന്റെ ക്രമത്തിലല്ല നടക്കുന്നത്, നേരെ മറിച്ച് ദൈവവചനത്തിന്റെ ഉപദേശത്തിനും പഠിപ്പിക്കലിനും വിരുദ്ധമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനിലെ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം നമ്മൾ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയാണെങ്കിൽ അതാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒത്തിരി തലങ്ങളുണ്ട്. വിവിധ പരീക്ഷകളിൽ അതെല്ലാം വെളിയിലേക്ക് വരുമ്പം നമ്മൾ പോരാടി ജയിക്കേണ്ടി ഒരു തലം കൂടെ കണ്ടെത്തുക ചെയ്യുന്നത്. ഇസ്രായേൽ മക്കള് ഓരോ ജാതികളെ കീഴടക്കിയതുപോലെ നമ്മുടെ ഉള്ളിൽ ഇനിയും നമ്മൾ പോരാടി ജയിക്കേണ്ടി ചില ഇതുവരെ കാണാത്ത ചില തലങ്ങളെ നമ്മൾ കാണുകയും അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിലാണോ നമ്മൾ, അതോ അങ്ങനെയുള്ള തലങ്ങൾ കാണുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണോ ചെയ്യുന്നത്? നമ്മൾ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ പരീക്ഷയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ തേജസ്സുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ്, കൊള്ളാവുന്നവരായി തെളിയിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടായിരിക്കും ഒരു പരീക്ഷ ജയിക്കുക. ഈ പരീക്ഷകൾ വരുമ്പം നമ്മൾ എങ്ങനെയാ അതിനെ നോക്കിക്കാണുകയും നേരിടുകയും ചെയ്യും. നമുക്കൊരു വെളിപ്പാട് പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായത്തില് പറയുമ്പം നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് അവരുടെ കുറവുകളുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനോഭാവം എന്താ? മാനസാന്തരപ്പെടാനായിട്ടാ പറയുന്നത്, അല്ലെ? ആകയാൽ മാനസാന്തരപ്പെടുക. അപ്പൊ ഈ കുറവുകൾ കാണുമ്പോൾ ദൈവം അത് കാണിക്കുന്നതിന് മുമ്പുള്ള ഉദ്ദേശം നമ്മൾ മാനസാന്തരപ്പെട്ട് ആ ഒരു തലത്തിലൂടെ ജയാളിയായി തീർന്ന് ജയിക്കുന്നവനായി തീരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ പരീക്ഷകള് നമ്മളെ നിരാശപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും അസ്വസ്ഥരാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പരീക്ഷകളെ എപ്പോഴും നമ്മൾ കാണേണ്ടത് പുതിയ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കാനുള്ള ദൈവികമായിട്ടുള്ള ചില വഴികളാണ്. ഒരു പുതിയ കാര്യം നമ്മൾ കണ്ടെത്തുന്നു, നമ്മൾ പോരാടുന്നു ദൈവത്തിന്റെ ശക്തിയാലാണ് പോരാടുന്നത്. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ അതിനെയും ജയിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ധൈര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനാണോ നമ്മളതിനെ നോക്കിക്കാണുന്നത്? തിരുവെഴുത്തുകളുടെ അനന്തരഫലം, തിരുവെഴുത്തുകൾ നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അതാണ്. ഇപ്പം ഇയ്യോബിന്റെ പുസ്തകത്തില് ഇയ്യോബ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 23-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യമാണ്. ഇയ്യോബിന്റെ പുസ്തകം 23:12. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല, അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിലമതിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൗതിക ഭക്ഷണവും ദൈവത്തിന്റെ കൽപ്പനകളും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുന്നിടത്ത് ഇയ്യോബ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ വചനങ്ങളെയാണ് തെരഞ്ഞെടുത്തത്, അവന്റെ കൽപ്പനകളെയാണ് ഞാൻ സ്വീകരിച്ചത്.
നമ്മളൊരു ആന്തരിക പോരാട്ടത്തിലാണ് നിരന്തരം. അവിടെ ദൈവത്തിന്റെ വചനമാണോ? കർത്താവ് പറഞ്ഞില്ല മത്തായി 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഇവിടെ പറയുന്ന 12 ഭാഗത്ത് അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പ്രായോഗിക അർത്ഥം എന്താ? നമ്മൾ പുറമേയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിച്ച് ആരോഗ്യവാനായിട്ട് നടക്കുന്ന പോലെ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ദൈവജനമാകുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ആരോഗ്യവാനായിട്ട് നടക്കുന്നത്. അപ്പൊ യോ പറയുന്നത്, ഞാൻ എൻ്റെ ഭൗതിക ഭക്ഷണത്തെക്കാൾ ദൈവത്തിന്റെ വചനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അവനെക്കുറിച്ച് ഒരു സാക്ഷി പറഞ്ഞത്, അവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ല. അതിന്റെ കാരണം ഇതാണ്, അവന്റെ ഭക്ഷണത്തെക്കാൾ ഏറെ ദൈവവചനത്തിന് അവൻ തന്റെ ജീവിതത്തില് ഹൃദയത്തില് ഇടകൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നമ്മളെപ്പോഴും ആന്തരികമായിട്ട് ആത്മീയ നടക്കുന്നത് ഈ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. വചനം എന്ത് പറയുന്നു, നമ്മുടെ ചിന്ത അതായിരിക്കണം. ഓരോ പരീക്ഷയിലും വചനം എന്താ പറയുന്നത്? നമ്മുടെ തോന്നലുകളല്ല. നമ്മുടെ തോന്നലുകളും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണവും പലപ്പോഴും നമ്മളെ കൂടുതൽ നിരാശയിലേക്കും പരാജയത്തിലേക്കാണ് നയിക്കുക. എന്നാൽ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുന്നു. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പം ഇങ്ങനെ എഴുതി, നിങ്ങള് സഹോദരന്മാരോട് വ്യവഹാരത്തിന് പോകുന്നു, അത് വളരെ മോശമായ ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തിന്റെ വഴികളിൽ അങ്ങനത്തെ പരീക്ഷകൾ നമ്മൾ കടന്നു പോകുമ്പം അവിടെ ആ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. ഇല്ല, അവിടെ പ്രശ്നം ചോദിക്കുന്ന കാര്യം, നിങ്ങള് നഷ്ടം സഹിച്ചു കൊള്ളാത്തത് എന്ത്? അപ്പൊ സഹോദരന്മാരുടെ ഒരു ബന്ധത്തിൽ നഷ്ടം സഹിച്ചിട്ടാണേലും ഞാൻ ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തണം. ദൈവത്തിന് വചനം എന്നോട് അതാ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമാണ്. നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടം എപ്പോഴും അതിന് വിരുദ്ധമായിരിക്കും. നമ്മുടെ ഇഷ്ടം എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, ഗലാത്യലേഖനത്തിൽ വായിക്കുന്നത്, ആത്മാഭിലാഷം ജഡാഭിലാഷത്തിന് വിരോധമാണ്, അതൊരിക്കലും ഒന്നിച്ചു പോകത്തില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ജഡത്തിൽ നിന്ന് വരുന്ന ഇഷ്ടമാണ്. ആത്മാഭിലാഷം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്ന് വരുന്ന ഇഷ്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നിടത്ത് ഞാൻ വളരെ പെട്ടെന്ന് തിരഞ്ഞെടുക്കേണ്ടത് ദൈവവചനത്തിനെ ആയിരിക്കണം, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ ആയിരിക്കണം. എന്റെ ആഹാരത്തെക്കാൾ ഞാനതിനെ വിലമതിക്കുന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ എടുത്താ ജീവിക്കുന്നത്, വചനം കൊണ്ടാ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഭാര്യഭർത്തൃ ബന്ധത്തിലും സൗരസ്വരന്മാരുള്ള ബന്ധത്തിലും മാതാപിതാക്കളുള്ള ബന്ധത്തിലും എല്ലാം. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു ചർച്ചയിലുള്ള ഒരു സഹോദരന്റെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളായിരുന്നു. അപ്പം ബ്രദർ ഇങ്ങനെ ഇതിലൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് വിരോധമില്ല, പക്ഷേ പല അവരുടെ ചടങ്ങുകളും ചെയ്യാൻ പുള്ളി വിസമ്മതിക്കാനായിട്ട് തുടങ്ങി, ഹൈന്ദവ ആചാരപ്രകാരമുള്ള. അപ്പം വീട്ടിൽ വലിയ പ്രശ്നമായി, അപ്പനും ഭാര്യയെല്ലാം എതിരായി. അപ്പൊ അവസാനം പുള്ളിക്ക് ഒരു നിലപാടെടുക്കേണ്ടി വന്നു. അപ്പൊ നിലപാടെടുക്കേണ്ടി വന്നപ്പം അവസാനം പുള്ളിയുടെ ഭാര്യ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ ഈ വഴിയിലാണ് പോകുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ പോലും മേലാ നിങ്ങളെ ഞാൻ കാണാൻ അനുവദിക്കത്തില്ല, നമുക്ക് പിരിയാം. അപ്പം ബ്രദറോട് സമയം പുള്ളി പറഞ്ഞു, ബ്രദറെ, ഈ കുഞ്ഞുങ്ങളെ കാണിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ഒരു അപകടം ഞാൻ മണത്തിരുന്നു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, കർത്താവ് പറഞ്ഞ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥയില് ഇങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നിടത്ത് എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ കർത്താവിന്റെ പിന്നാലെ പോകുന്ന നിലപാടെടുക്കേണ്ടി അല്ല. ബ്രദറെ, കർത്താവിനേക്കാൾ ഏറെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അവസാനം ബ്രദറെ ആ വഴിയാ തിരഞ്ഞെടുത്തത്, കർത്താവിന്റെ വഴിയല്ല തിരഞ്ഞെടുത്തത്.
അപ്പം ഭാര്യ പറഞ്ഞൊരു കാര്യം, ഒന്നിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ചർച്ചിൽ പോകരുത്, സഹോദരന്മാരെയും വിളിക്കരുത്, പ്രസംഗങ്ങളൊന്നും കേൾക്കരുത്. അവസാനം പടിപടിയായിട്ട് ഈ വ്യവസ്ഥകളെല്ലാം ബ്രദർ അംഗീകരിച്ച് ഇപ്പം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സ്ഥിതിയിലായിപ്പോയി. യഥാർത്ഥ ക്രിസ്തീയത്വമുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നേക്കാൾ ഉപരി നിങ്ങൾ എന്തെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം പരീക്ഷകൾ വരുന്നിടത്ത് നമ്മൾ ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുമോ, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നിലപാടെടുക്കുമോ? നമ്മൾ ഈ ഭൂമിയിലെ ആയുസിനെ മാത്രം വിലമതിക്കുന്നവരാണെങ്കിൽ തിരുവെഴുത്തുകളെ നമ്മൾ സാവകാശം ഉപേക്ഷിക്കാൻ തുടങ്ങും. തിരുവെഴുത്തുകളെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിക്കാന്ന് തന്നെ എൻ്റെ അർത്ഥം. അതിന്റെ അനന്തരഫലം ദൈവീയ കുടുംബത്തിൽ നമ്മൾ അന്യപ്പെട്ടു പോകും. നമുക്ക് സഭയ്ക്കുള്ളിലായിരിക്കാനും അതേസമയം തന്നെ ആന്തരികമായിട്ട് ദൈവമായിട്ടൊരു ബന്ധമില്ലാതിരിക്കാനും സാധിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മളെ തന്നെ കാണിക്കാനായിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള പരീക്ഷകൾ അനുവദിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്ന ദൈവം വളരെ ജാഗ്രതയോടെ നോക്കിക്കൊണ്ടായിരിക്കും. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലോകത്തെ നമ്മൾ നിരസിക്കും. ഈ ലോകത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ നിരസിക്കും. നമുക്കൊരിക്കലും രണ്ട് തോണിയിൽ കാല് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ ഒരു വിഭജനം, സെപ്പറേഷൻ നമ്മുടെ ഉള്ളിൽ കൂടുതൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സ്വന്തം ഇഷ്ടത്തെ, സ്വന്തം ജീവനെ ത്യജിക്കും, ദൈവേഷ്ടത്തെ ദൈവീ ജീവനും തിരഞ്ഞെടുക്കും. അത് ദൈവമുള്ള കൂട്ടായ്മ ബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ 1 യോഹന്നാനിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ. നമ്മൾ ആന്തരികം ഒരു നടപ്പിലാണ്, വെളിച്ചത്തിൽ നടപ്പിലായിരിക്കുന്നത്. അപ്പൊ ആ ഒരു യാത്രയില് വചനപ്രകാരം ചില തെരഞ്ഞെടുപ്പുകൾ എടുക്കേണ്ടി വരുന്നിടത്ത് നമ്മൾ അതിനുവേണ്ടി വചനം കൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. നമുക്കറിയാം അബ്രഹാമിന്റെ പരീക്ഷ. താൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും വിലമതിക്കുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാനാണ്. എന്നിട്ട് തിരഞ്ഞെടുക്കാനുള്ള സമയവും കൊടുത്തു. പക്ഷെ അബ്രഹാം പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുത്തു. ഒട്ടും താമസിക്കാതെ ആന്തരികമായിട്ട് ഉള്ളിൽ തിരഞ്ഞെടുത്തു. യാഗം കഴിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. താൻ പോകുന്നതും യാഗപീഠം പണിയുന്നതും വിറകടുക്കുന്നതും ഇസ്ഹാക്കിനെ പിടിച്ച് കെട്ടി അതിന്മേലെ കിടത്തുന്നതും വാളെടുത്ത് വെട്ടുന്നതും ഇതെല്ലാം ആദ്യം അബ്രഹാമിന്റെ ചിന്താമണ്ഡലത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം താൻ എന്ത് തീരുമാനിച്ചോ അതാണ് താൻ ചെയ്തത്, തുടർന്ന് ചെയ്യുന്നത്. അവിടെയാ ദൈവം പറയുന്നത്, നീ ഇപ്പോൾ വാസ്തവമായിട്ട് എന്നെ ഭയപ്പെടുന്നത് ഞാൻ അറിയുന്നു. അപ്പൊ നമ്മുടെ ഈ പരീക്ഷകളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൽപ്പനയുടെ നിവൃത്തിക്ക് വേണ്ടി നമ്മളൊരു വില കൊടുക്കുന്നിടത്താണ് ദൈവം നമ്മളെ അറിയുന്നത്. നമ്മള് ഗലാത്യലേഖനത്തിലാണെന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. അപ്പൊ ദൈവം നമ്മളെ എങ്ങനെ അറിയുന്നത്? ഇങ്ങനെയുള്ള പരീക്ഷകളില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ ചിലതൊക്കെ ത്യജിക്കുമ്പോൾ നമ്മുടെ പ്രശംസയും അംഗീകാരവും ഇതെല്ലാം നമ്മൾ ത്യജിച്ചിട്ട് ഒരു നിന്ദയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം സമർപ്പിക്കുന്നിടത്താണ് കർത്താവ് സാക്ഷ്യം പറയുന്നത്, ഇപ്പോൾ ഞാൻ നിന്നെ അറിയുന്നു. രണ്ടു തരത്തിലുള്ള അറിവുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, ദൈവം നമ്മളെ അറിയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ് നമ്മൾ ദൈവത്തെ അറിയുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഈ അനുസരണത്തിന്റെ വഴിയിലാണ് ദൈവം നമ്മളെ കൂടുതൽ അറിയുന്നത്. തിരിച്ച് നമുക്ക് ദൈവത്തെ അറിയാമെന്നുള്ള ഒരു നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. ദൈവം നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. മത്തായി 7 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നിന്നെ അറിയാം, നീ ഞങ്ങളെ തിരുക്കളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ. പക്ഷെ കർത്താവിന് മറുപടി, ഞാൻ നിങ്ങളെ ഒരു നാളും
അറിഞ്ഞിട്ടില്ല. സൗരസന്മാരെ നമ്മൾ നേരിടുന്ന വലിയൊരു അപകടം ദൈവം നമ്മളെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദൈവം നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂല്യമുള്ളത് സംഭവിക്കത്തുള്ളൂ. മറ്റേത് നമുക്ക് പല കാര്യം ചെയ്യാൻ കഴിയും. മത്തായി 7 ഇത് പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിന്റെ നാമത്തിലെ ഭൂതങ്ങളെ പുറത്താക്കി വലിയ വളരെ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തില്ലയോ എന്ന നാളിൽ പലരും എന്നോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്ത് പറയും. ദൈവകൽപ്പനയുടെ അനുസരണത്തിന്റെ വഴിയിലാണ് ദൈവം നമ്മളെ അറിയുന്നത്. ആ അനുസരണം ചിലപ്പോൾ നമുക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും അപമാനവും നിന്ദയും വഴിയൊക്കെ ഉളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ദൈവത്തെ പ്രതി നമ്മളതൊക്കെ അതിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ദൈവം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും, യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ. പക്ഷെ നമ്മൾ ആ നിലയിലൊരു സമർപ്പണവും അനുസരണവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു വഞ്ചന ജീവിക്കാനായിട്ട് കഴിയും. പക്ഷെ അന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അല്ലെ പാപം വിട്ട് തിരിയാത്തവരെ എന്നെ വിട്ട് പോകുവീൻ. നമുക്കറിയാം, ദൈവത്തിന്റെ അനുസരണമാണ് നമ്മളെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ പരീക്ഷകൾ നമ്മൾ പരാജയപ്പെടാറുണ്ട്. നമ്മുടെ ആഗ്രഹം ദൈവമാണെങ്കിൽ ആ പരീക്ഷകളെ നമ്മൾ ജയിക്കും. സങ്കീർത്തനം 73:25 നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഭൂമിയിൽ വെച്ച് നിനക്ക് വേണ്ടി ഞാൻ എനിക്കുള്ളതൊക്കെ ത്യജിക്കാൻ തയ്യാറാണ്. ഓരോ ദിവസം പിൻപേലി പറയുന്നില്ലേ, ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി താൻ ചെയ്യുന്നൊരു കാര്യം സകലം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഹിതമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം ഒരുപക്ഷെ ഭാര്യയോടൊരു ക്ഷമ ചോദിക്കേണ്ടതായിരിക്കും, അല്ലെ ഭർത്താവിനോടൊരു ക്ഷമ ചോദിക്കേണ്ടതായിരിക്കും. നമ്മളതിന് തയ്യാറാകാറുണ്ടോ? അതോ നമ്മളതിനെ വളരെ നൈസായിട്ട് അങ്ങ് അവഗണിച്ചു പോകാറാണോ ഉള്ളത്? അതൊന്നും സാരമില്ല, പോട്ടെ, അത് വലിയ കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചാണോ പോകാറുള്ളത്? പക്ഷെ നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ആ ഏറ്റു പറയാൻ നമ്മൾ വിസമ്മതിക്കുന്നിടത്ത് നമ്മൾ കർത്താവിനെ അല്ല ആഗ്രഹിക്കുന്നത്, കർത്താവല്ല നമുക്ക് വിലപ്പെട്ടവൻ. അവിടെ നമ്മൾ വാക്കും ഭാഷണവും ഇല്ലാണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, നിന്നെ അല്ല എൻ്റെ പ്രധാന ലക്ഷ്യം, നീ അല്ല, ഞാൻ എന്നിൽ തന്നെ എൻ്റെ മാനം പോവും, എൻ്റെ അഭിമാനം പോവും, എൻ്റെ വില പോകും. ഒരു ക്ഷമ ചോദിച്ചാൽ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല. ക്ഷമ ചോദിച്ചാൽ തന്നെ വേറെ രീതിയിലായിരിക്കും നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാനായിരുന്ന അസംബ്ലി സ്കൂളിലായിരുന്നപ്പം, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, എന്നെ വളരെ ചെറുപ്പത്തിലാണ്. അപ്പം ആ സഭയിലുള്ള 2 അപ്പച്ചന്മാർ അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ഒരപ്പച്ചൻ ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ മറ്റേ അപ്പച്ചൻ പറഞ്ഞു വിട്ടു, എനിക്കൂടെ 1 കിലോ ഇറച്ചി മേടിച്ചോണ്ടും വരണം, എന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഈ അപ്പച്ചൻ ഇറച്ചിയൊക്കെ മേടിച്ചോണ്ടും വന്ന് മറ്റേ അപ്പച്ചന് കൊടുത്തു. ഈ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പം ഈ അപ്പച്ചൻ ഓടി അടുത്ത വീട്ടിൽ ചെന്നു. നീ എന്തിനാ എന്റെ ഇറച്ചി 50 തരാൻ കട്ടെടുത്തെന്ന് ചോദിച്ചു. അന്നത്തെ ത്ലാശാണ്, 1 കിലോ തൂക്കിയാൽ മിക്കവാറും 900 ഒക്കെ കിട്ടത്തുള്ളൂ നമുക്ക്. പക്ഷെ ഈ പുള്ളി തൂക്കി കഴിഞ്ഞപ്പം പുള്ളി പറയുന്നത് മറ്റേ അപ്പച്ചൻ 50 ഗ്രാം മൂട്ടിച്ചെടുത്തതാണ്. അവസാനം വലിയ പ്രശ്നമായി, സഭയെ പ്രശ്നം വന്നു. അവസാനം
ഈ രണ്ടാമത്തെ അപ്പച്ചൻ പറഞ്ഞു മറ്റേ പുള്ളി എന്നോട് ക്ഷമ ചോദിക്കണം, എന്റെ ഇറച്ചി കട്ടേനെ എന്നോട് ക്ഷമ ചോദിക്കണം. അവസാനം ക്ഷമ ചോദിക്കാണ്ട് നിവൃത്തിയിലുണ്ടെന്ന് മറ്റേ അപ്പച്ചൻ ക്ഷമ ചോദിച്ചു. ഇവര് രണ്ടുപേരെയും അപ്പൻ എന്നാ വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് പ്രായം മിക്കവാറും കൂടി അപ്പൻ എന്നാ നമ്മളൊക്കെ പറയാ, പ്രായമുള്ള. അപ്പൊ ഈ ഇറച്ചി മേടിച്ചു കൊണ്ട് കൊടുത്ത അപ്പൻ പറഞ്ഞു, ഈ അപ്പൻ ഇറച്ചി മേടിച്ചു കൊണ്ട് കൊടുത്ത് തെറ്റായി പോയി, മേലാൽ ഞാനത് ആവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, പുള്ളി അതിനകത്ത് നിരപരാധിയാണ്. അപ്പൊ ഞാൻ ഈ ക്ഷമ ചോദിക്കുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് അല്ലെ, തുറന്ന് നമ്മുടെ അകൃത്യം സംബന്ധിച്ചുകൊണ്ടൊരു ക്ഷമ ചോദിക്കാൻ നമുക്ക് വിഷമമാണ്. നമ്മൾ എന്നാ പറഞ്ഞേ, തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. സാഗ്ബ്രദർ പറയാറുണ്ട്, ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയല്ല, ഇങ്ങനാണ്. ഞാൻ പാപം ചെയ്തു, എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും പറഞ്ഞ അത് തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്, പോട്ടെ. പക്ഷെ അതിനകത്തൊരു മാനസാന്തരമില്ല. മാനസാന്തരമുള്ള ഒരു ക്ഷമയോദരാണേലേ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് അല്ലേ. നമ്മളെപ്പോഴും പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് കിട്ടുന്നത് മാനസാന്തരപ്പെട്ട് തിരിയുമ്പോഴാണ്. അപ്പൊ മാനസാന്തരപ്പെടുന്ന ഒരാൾ പറയുന്നേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നമ്മളൊരു മുഖത്ത് നോക്കി പറയുമ്പോൾ നമ്മൾ ചെറുതാകുക ചെയ്യും. നമ്മുടെ സ്വന്തം ശക്തി ക്ഷയിക്കും, ദൈവശക്തി നമ്മൾ വർദ്ധിച്ചു വരും. പക്ഷേ ദൈവശക്തി വർദ്ധിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചിലുകളിൽ ക്ഷമയോദികളൊക്കെ ചോദിക്കലൊക്കെ പലപ്പോഴും ഒരു ചടങ്ങ് തീർക്കലാണ്. ദൈവശക്തി നമ്മളിൽ ആവശ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ശക്തിയിൽ ബലഹീനരായിരിക്കണം. നമ്മൾ 2 Corinthians 12 അധ്യായത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ നിന്നെയും വഴിയും അപമാനവും ഒക്കെ അപമാനത്തിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പം കർത്താവ് ഈ ഭൂമിയില് ആ ഒരു മനോഭാവത്തിലാണ് ജീവിച്ചിരുന്നത്. ശരിക്കും തൻ്റെ കാല് കഴുകപ്പെടേണ്ട സ്ഥാനത്ത് താൻ മറ്റുള്ളവരുടെ കാല് കഴുകാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഒരു താഴ്മയുടെ സൗന്ദര്യം നമുക്ക് ആന്തരിക കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മളും കർത്താവിന്റെ അനുരൂപതയിലേക്ക് വളരാനായിട്ട് തുടങ്ങും. സ്വയത്തെ എപ്പോഴും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. സാഗ്ബ്രദർ പറയാറില്ലേ, ഇപ്പം ബ്രദറിന്റെ വണ്ടിയിലോട്ട് വേറൊരാള് വണ്ടി കൊണ്ട് ഇടിച്ചാലും ബ്രദർ ചാടി ഇറങ്ങിയിട്ട് ക്ഷമ പറയും, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ബ്രദർ പറയാറുണ്ട് അങ്ങനെ. ഇങ്ങോട്ട് വന്ന് കയറുകയാണേലും ആദ്യം അങ്ങോട്ട് ക്ഷമ പറയും. മറ്റേ സാധാരണ നമുക്കറിയാം, നമ്മുടെ തെറ്റാണേലും നമ്മളെ മറ്റേ ആളെ കുറ്റപ്പെടുത്താൻ പോകുന്നു. ബ്രദർ പറഞ്ഞു, ഞാൻ ആദ്യം അങ്ങോട്ട് ക്ഷമ പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പം മറ്റേ പുള്ളി തലയെ കുരുക്കിയിട്ട് പറയും, പൊക്കോളാൻ പറയും. അവിടെ നമ്മുടെ സ്വയം ഒത്തിരി മരിക്കുന്നുണ്ട്, താന്നു പോകുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ നമ്മുടെ സ്വയത്തെ മരണത്തിന് ഏൽപ്പിക്കാൻ അവസരം കിട്ടുന്നോ, അത് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം കിട്ടും ക്ഷമ ചോദിക്കാൻ. പക്ഷെ നമ്മുടെ സ്വയത്തെ മരണത്തിന് ഒഴുക്കി കളയാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നുകിൽ നേരായ ക്ഷമ ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ക്ഷമയെ ചോദിക്കത്തില്ല. നമ്മളതിനെ അവഗണിച്ചിട്ട് മുന്നോട്ട് പോകും. അന്നേരം എല്ലാം നമ്മുടെ ആന്തരിക ജീവൻ കുറേശ്ശെ കുറയുകയാണ് ചെയ്യും. ആത്മാവിന്റെ ബലം കെട്ടുപോവുക ചെയ്യും, ക്ഷയിച്ചു പോവുക ചെയ്യും. പിന്നെ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ സഹോദരന്മാരെ ശരിക്കും നമ്മൾ താഴാനായിട്ടാണ് മത്സരിക്കുന്നത്. നമ്മുടെ ഇടയിൽ മത്സരത്തിന്റെ ആത്മാവിന് സ്ഥാനമില്ല, പക്ഷെ നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കണം. വളരെ പെട്ടെന്ന് ക്ഷമ ചോദിക്കാൻ, തെറ്റംഗീകരിക്കാൻ. കർത്താവ് ക്രൂശിൽ കിടന്നത് സ്വന്തം പാപത്തിന് വേണ്ടിയല്ല, നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. നമ്മളെ സ്വതന്ത്രരാക്കി വിട്ടയക്കാൻ വേണ്ടി നമ്മുടെ പാപമെല്ലാം, പാപത്തിന്റെ കുറ്റമെല്ലാം തന്റെ മേലെ ഏറ്റു. എന്നിട്ടും താൻ തന്നെ തന്നെ പ്രസാദിച്ചില്ല. നമ്മളും ആ ഒരു വഴിയിലൂടെ പോകുമ്പം നമ്മളിൽ തന്നെ പ്രസാദിക്കാതിരിക്കുന്നിടത്താണ് ദൈവിക ജീവൻ നമ്മളിൽ വർദ്ധിച്ചു വരുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളിൽ തന്നെ പ്രസാദിക്കാം. നമുക്ക് തന്നെ നമ്മളോട് തന്നെ ധനവാന്റെ പൂവ് പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് ഉളഞ്ഞ് പുള്ളി ഇതെല്ലാം പുതുക്കി പണിതിട്ട് തന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പലപ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ്.
നമ്മളോട് തന്നെ നമ്മളെ തന്നെ പ്രശംസിക്കുന്ന ഒരു മനോഭാവം. മറ്റൊരാളെ നമ്മൾ താങ്ങി, അതിനുശേഷം നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക. കണ്ടോ, നീ മോശക്കാരനൊന്നുമല്ല, നീ മറ്റേ ആ സോനെ താങ്ങിയില്ലേ, അപ്പൊ നീ ആ ഒരു വലിയ ആളാണെന്നുള്ള ചിന്തയാണ് നമുക്ക് വരുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നമ്മളിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പൊ ദൈവത്തിന് ഈ നിലയിലുള്ളൊരു പണിയാ സൗരസ്വരമേ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നു. നമ്മുടെ ആധാരം എപ്പോഴും ദൈവത്തിന്റെ വചനമായിരിക്കും. നമ്മുടെ ചിന്തകളിൽ വരുന്ന യുക്തിചിന്തയ്ക്കോ അതിനൊന്നും നല്ല സ്ഥാനം കൊടുക്കണ്ടേ. പലപ്പോഴും അതുകൊണ്ട് വരും. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വചനം ഇതിനെ കുറിച്ച് എന്ത് പറയും, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാ വചനം പറയുന്നത്. വചനമായിരിക്കണം നമ്മുടെ ആധാരം. നമ്മളൊരു പാടാറുണ്ടല്ലോ, വചനം തന്നെ ശരണം. അതാണ് ഇയ്യോബ് പറഞ്ഞത്. എന്റെ ആഹാരത്തെക്കാൾ എന്റെ വചനത്തെ ഞാൻ വിലമതിച്ചിരിക്കുന്നു. ആഹാരം ഒരു നേരം കഴിക്കാതിരുന്നാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഒരു പരീക്ഷയിൽ നമ്മൾ വചനം അനുസരിച്ചില്ലേ, നമ്മളവിടെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് വചനം എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാം. വചനത്തിന് നമ്മളെ തന്നെ അനുസരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കും കർത്താവ് പോയ അതേ വഴിയെ പോയിട്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താം. നമുക്ക് നിത്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഇടയായി തീരും. അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നന്ദിയോടെ ഇടയങ്ങളെ സ്തുതിക്കുന്നു. അങ്ങ് അടിയങ്ങൾ പിന്തുടരാൻ ഒരു മാതൃക വെച്ചു പോയിട്ടുണ്ടല്ലോ കർത്താവ്. എല്ലാ പരീക്ഷകളിലും അവിടുത്തെ ആത്മാവിനാൽ ആ മാതൃകയെക്കുറിച്ചുള്ള ഒരു ആന്തരിക ദർശനം അടിയങ്ങൾക്ക് നൽകിത്തന്ന് ആ മാതൃകയെ പിൻപറ്റി അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് അവിടുത്തെ മുമ്പാകെ കളങ്കമില്ലാത്തവരായിട്ട് ആനന്ദത്തോടെ നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.